Meet the editors. ചോദ്യം ഇതാണ്: രാഹുലിനെതിരെ നടപടിയെടുക്കണ്ടേ? ഈ റിനി ആൻഡ് ജോർജ് ഹൂ കേസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അവിടെ മുതൽ ഇങ്ങോട്ട് റിപ്പോർട്ടർ TV അതിജീവിതയ്ക്കൊപ്പം നിന്നെടുത്ത നിലപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ശബ്ദരേഖയായിട്ട് നമ്മൾ പുറത്തുവിടുകയായിരുന്നു. പലതരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളും കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ല നേതാക്കളും നമുക്കൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നു. കോൺഗ്രസ് മാതൃകാപരമായി തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. അതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം. കാരണം കേസ് എടുത്തു, പക്ഷേ പരാതിക്കാർ നേരിട്ട് വരാത്ത സാഹചര്യത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാവുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം തുടരുന്നു. യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി പരാതി കൊടുത്തു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ റൂറൽ SP ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയാണ്. പരാതിയുണ്ട്, പരാതി ഗൗരവമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണ്ടേ? രാഹുലിനെതിരെ നടപടിയെടുക്കണം, സർക്കാരും എടുക്കണം, അതോടൊപ്പം തന്നെ പാർട്ടിയും എടുക്കണം എന്നുള്ളതാണ്. പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായി വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അത് നമ്മളത് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു ചെയ്തു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 3 മാസമാകുന്നു. ഓഗസ്റ്റ് 25-നായിരുന്നു സംഭവം. ഇപ്പോൾ 3 മാസമാകുന്നു. ഈ 3 മാസത്തിനിടയ്ക്ക് കുറച്ചു കാലം അദ്ദേഹം ഒളിവ് ജീവിതത്തിൽ കഴിഞ്ഞു, പുറത്തേക്കൊന്നും ഇറങ്ങാതെ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട് MLA എന്ന നിലയ്ക്ക് തനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അവകാശമുണ്ട് എന്നത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. അവിടെ ചെന്ന് MLA എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനെ എതിർക്കാനാവില്ല എന്ന പാർട്ടിയും ഒരു ഘട്ടത്തിൽ പറയുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നു, സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആദ്യം എതിർത്ത CPIM പിന്നീട് വേദി പങ്കിടുന്ന രൂപത്തിൽ വരെ, മന്ത്രിമാർ വരെ വേദി പങ്കിടുന്ന ദൃശ്യം വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സ്കൂൾ ശാസ്ത്രമേളയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ എന്ന രൂപത്തിലാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ ആ തരത്തിലേക്ക് അത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു തണുത്തു പോയി എന്ന രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും. അപ്പോൾ അവിടെ ഇരിക്കുകയും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിനെ തുടക്കം മുതൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെ ഈ രൂപത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയാൻ പറ്റുക. ഇതിനു മുമ്പ് ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കാണിച്ചിട്ടുള്ള ഒരു രീതി, അതിൻ്റെ ഒരു സാമ്യം ഈ കേസിലും കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഇദ്ദേഹത്തിനായി പ്രവർത്തിക്കുക, അതിനായി ഒരു PR സംഘത്തെ രൂപീകരിക്കുക. ആ PR സംഘം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പോസ്റ്റുകൾ ഇടുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പ്രതികരിക്കുന്നവരെ അതിമോശമായി, വളരെ മോശം ഭാഷയിൽ സമൂഹ മാധ്യമത്തിൽ ഉപദ്രവിക്കുക എന്നുള്ളത്. ആ ഉപദ്രവം എന്നുള്ളത് ഈ പറയുന്ന ഇരകൾക്കെതിരെ മാത്രമല്ല, പാർട്ടിയിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ വരെ. കാരണം നമ്മൾക്കറിയാം, ഈ സംഭവം പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ, ഉമാ തോമസ് അടക്കമുള്ള നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇങ്ങനെയൊരു നേതാവ് പാർട്ടിയിൽ വേണ്ട എന്ന് തന്നെ ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതികരിച്ച ആ വനിതാ നേതാക്കൾക്കെതിരെ എത്ര മോശമായിട്ടാണ് സമൂഹ മാധ്യമത്തിൽ ആക്രമിച്ചത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇവർക്ക് മുഖമില്ല, അവർ വേറെ വിങ്ങായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടി വഴങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. പല ഘട്ടത്തിലും ഈ സംവിധാനം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ സൈബർ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഏതൊക്കെ രൂപത്തിലാണ് ഈ പറയുന്ന പരാതിക്കാരിയല്ല ഇരയ്ക്കെതിരെ ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുക, അവരിവിടെയാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പറയുക, ഇവരാണ് ആ ആൾ എന്ന് പറയുക, ആ രൂപത്തിൽ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ആക്രമണങ്ങൾക്ക് ശേഷവും ആ പെൺകുട്ടി പരാതി നൽകാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം. അവരത്രയും അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത്. നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത്. അപ്പോൾ ആ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്, സ്നേഹത്തിൽ എങ്ങനെ വഞ്ചിക്കപ്പെട്ടു, സ്നേഹിച്ചതിന് എങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇതിൽ നിയമപരമായ എത്ര സാധ്യതകളുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ പറയുന്ന MTP ആക്ടിൽ ഇപ്പോൾ ഗർഭധാരണത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കേസെടുക്കാൻ വകുപ്പില്ല. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ, വാക്കാൽ നിർബന്ധിച്ചാൽ അതിന് കേസെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മരുന്ന് കൊടുത്തു, ആ മരുന്നിൻ്റെ തെളിവ്, പ്രിസ്ക്രിപ്ഷൻ, ഈ മരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയാൽ അതിലൊരു
മറ്റൊരു രൂപത്തിലേക്ക് കേസ് മാറാനുള്ള സാധ്യത, ഗൗരവത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഫിസിക്കൽ ടോർച്ചർ നടക്കുകയാണെങ്കിൽ മാത്രമേ ആ രൂപത്തിൽ വരുള്ളൂ. അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ട് ഗർഭചിത്രത്തിന് ഇടയാക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ ആ കേസിന് ഗൗരവം വരികയുള്ളൂ. ഈ പറഞ്ഞ മരുന്നിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കൊടുത്ത ശബ്ദരേഖയിലല്ലാതെ ഒരു വലിയ കൂട്ടം തെളിവുകളാണല്ലോ മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. പാർട്ടി ഇപ്പോൾ നോക്കുന്നത് സർക്കാർ എടുക്കുന്ന നടപടിയാണ് ഉറ്റുനോക്കുന്നത്. സർക്കാരിൻ്റെ വേഗം, പോലീസ് എടുക്കുന്ന വേഗം ഇപ്പോൾ അറസ്റ്റിലേക്ക് നടക്കുകയാണെങ്കിൽ അറസ്റ്റിന് ശേഷം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കും. അടുത്ത നടപടിയിലേക്ക് മടിക്കില്ല എന്നാണ് ഞാൻ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജിമ്മി, ഇതിൽ നടപടി വേണമല്ലോ, നടപടി എടുക്കുമോ? ഈ സ്ത്രീകൾക്കെതിരായ പീഡന അതിക്രമ പരാതിയിൽ ഒരു MLA-ക്കെതിരെ ഏറ്റവും വേഗത്തിൽ നടപടിയെടുത്ത ഒരു കഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ചെയ്തത്. ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് കോൺഗ്രസ് അടക്കം CPM അടക്കം ഒരു പാർട്ടിയും ഒരു MLA-ക്കെതിരെ ഇങ്ങനെ ഒരു പീഡന പരാതി വരുമ്പോൾ നടപടി എടുത്തിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ. 48 മണിക്കൂർ കടന്നില്ല. 24 മണിക്കൂർ ആകുമ്പോഴേക്കും സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ മാതൃകാപരമായ ഒരു നടപടി എടുക്കുകയും ചെയ്തതാണ്. മറുവശത്ത് സ്വർണ്ണപ്പാളി കേസിൽ പ്രതി അത് കുറ്റവാളിയാകട്ടെ, അവസാനം ശിക്ഷിക്കട്ടെ, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ ഒരു മറുപടി ഇപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ വളരെ മാതൃകാപരമായ നടപടിയിലാണ് ഇത് തുടങ്ങിയത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ എന്താ സംഭവിച്ചത്? പെൺകുട്ടി പരാതി കൊടുത്തു എന്നത് മാത്രമാണ് വ്യത്യാസം. ഇവിടെ നടന്നതെല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയേണ്ടവർക്കെല്ലാം അറിയാമായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. നമ്മൾ ചില ശബ്ദരേഖകൾ ഒരു പരാതിയും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളുടെ അടുത്ത് കൊടുക്കാനുള്ള കാരണം ഇത് നടന്നുവെന്നും എന്തൊരു ഭീകരമായിരുന്നു ഈ കുട്ടി അനുഭവിച്ചത് നമുക്കറിയാവുന്നത് കൊണ്ടാണ്. ഇതറിയാവുന്നവർ ആരൊക്കെയാണ്? കോൺഗ്രസ് നേതാക്കൾക്കറിയാം, അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തത്. പക്ഷേ അതിനുശേഷം എന്താ നടന്നത്? അത് കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒറ്റപ്പെട്ടു. ആ ഒരൊറ്റ സംഭവത്തിന് ശേഷമാണ് പെട്ടെന്ന് നോക്കുമ്പോൾ VD സതീശൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുവ തുർക്കികളെ ഒരുത്തനെയും കാണാനില്ല. VD സതീശൻ ഒറ്റപ്പെടുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ നിലപാട് മാറ്റുകയാണ്. KC വേണുഗോപാൽ എന്തായിരുന്നു പ്രതികരിച്ചത്? അതുപോലെ തന്നെ KPC പ്രസിഡന്റ് എന്താ പ്രതികരിച്ചത്? ഒരു വിഭാഗം നേതാക്കൾ മുഴുവൻ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ സസ്പെൻഷൻ ആണല്ലോ, അയാൾ നടക്കട്ടെ, പല രീതിയിലാണ്. അവസാനം ഈ ശക്തമായ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികളിൽ വരെ വരുന്ന ഒരു ഘട്ടമെത്തി. കോൺഗ്രസിലെ മറ്റ് നേതാക്കളെല്ലാവരും എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ, വളരെ ശക്തമായ നേതാക്കൾ, അതായത് ഡൽഹിയിലടക്കം പിടിയുള്ള, ഡൽഹിയിൽ നടക്കമുള്ള നേതാക്കൾ മൗനമായ ഒരു പിന്തുണ കൊടുത്തുകൊണ്ടായിരിക്കില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തിരിച്ചു വന്നത്. എന്തൊരു ക്രിമിനലായിട്ടുള്ള നെഗ്ലിജൻസാണ്. നോക്കൂ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പെൺകുട്ടി ഇന്ന് പരാതി കൊടുത്തു എന്നത് മാത്രമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇത് നടന്നത് എന്താണെന്നും വിശദമായി ഈ പെൺകുട്ടി അനുഭവിച്ചത് എന്താണെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്കറിയാം, സർക്കാരിനറിയാം, എല്ലാ സംവിധാനങ്ങൾക്കും അറിയാം. പക്ഷേ അതിനോടനുബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് കോൺഗ്രസിലെ ആളുകളുടെ ഭാഗത്തുണ്ടായി. ഇന്നുപോലും നോക്കൂ, ദീപക് ദാസ് മുൻഷി എന്താണ് പറഞ്ഞത്? പരാതി കൊടുക്കേണ്ടത് പോലീസിലായിരുന്നു, മുഖ്യമന്ത്രിക്കാണോ എന്നാണ് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് ഘട്ടം വന്നാലും സ്വർണ്ണപ്പാളി കൊള്ള പോവില്ല എന്നാണ് KPC പ്രസിഡന്റ് പ്രതികരിച്ചത്. ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത്. ഇനി ഞാൻ വേറൊരു സാധ്യത ചോദിക്കട്ടെ. ഈ പെൺകുട്ടി പരാതി കൊടുത്തില്ല എന്ന് വിചാരിക്കുക, പരാതി കൊടുത്തിട്ടില്ല, ഈ പരാതി ഒരിക്കലും വന്നില്ല. പക്ഷേ ഈ ശബ്ദരേഖയും ഇന്ന് നമ്മൾ കേട്ട ആ പെൺകുട്ടിയുടെ ദുഃഖവുമെല്ലാം ഈ നടന്ന ഇവർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും ഇയാൾ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഉത്തരവാദി ആരാണ്? എന്ത് മനുഷ്യത്വമുണ്ട് ഇങ്ങനൊരാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഇതിൻ്റെ പിന്നിലുള്ളത്? എന്താണ് എൻ്റെ ചേതോവികാരം? പാർട്ടി വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു പരിപാടിക്കകത്ത് ഒരാളെ പങ്കെടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ അത് തടയാൻ പറ്റില്ലേ? ഉറപ്പാണ്. ചുരുക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒരു തരത്തിലുള്ള മനസാക്ഷിയുമില്ലാത്ത ഒരു ടീമിൻ്റെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെക്കൻഡ് എൻട്രി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ ക്യാമ്പയിൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണം, പാലക്കാട് ആദ്യം വന്ന് കാണിച്ച ഷോ, ഇത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തോളത്ത് കൈയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയ് വിളിച്ച കുറേ ആളുകളുണ്ടല്ലോ പാലക്കാടും കേരളത്തിലെല്ലായിടത്തും. ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും മാത്രമല്ല പരസ്യമായ റോഡിലും. ലജ്ജിക്കണം കോൺഗ്രസ് അവരുടെ പേരിൽ. കാരണം എന്താണ് നടന്നതെന്ന് അറിയാവുന്നവരായിരുന്നു ഇവരെല്ലാവരും, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും. അവസാനം VD സതീശൻ മാത്രം ഒറ്റയ്ക്കാവുകയും ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തല മാത്രം കൂടെ ഒന്ന് സംസാരിക്കുകയും ചെയ്തു. ബാക്കി മുഴുവൻ ആളുകളും കുറ്റകരമായ മൗനത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെക്കൻഡ് എൻട്രിക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത
മൗന അനുവാദം കൊടുത്ത കോൺഗ്രസിലെ നേതാക്കൾ എല്ലാവരും ഇന്ന് സമാധാനം പറയണം. ഇന്ന് ഈ പെൺകുട്ടി പരാതിപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്തോ വലിയ സംഭവമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമെന്നും അത് അയാളുടെ അവകാശമാണെന്നും പറഞ്ഞേനെ. ഇന്നലെ പറഞ്ഞല്ലോ ഒരു മുൻ KPCC പ്രസിഡന്റ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. ഇതാണ് രീതി. ഒരു സ്ത്രീ ഒരു ഒരു പരാതി പറയുമ്പോൾ അതൊരു പീഡന പരാതിയാകുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സൈക്കിക്കിൽ പുരുഷന്മാരുടെ സമീപനമായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടെല്ലാം ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടും അവർ ഈ നിലപാടെടുത്തതിലാണ് എനിക്ക് ഖേദം. ഇന്ന് ഒരു പരാതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ വലിയ ആളുകളായേനെ. നിങ്ങൾ വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനൊരു പരാതി വരില്ല എന്നായിരുന്നു അല്ലേ? അതിനായിരുന്നു സാധ്യത. അതുകൊണ്ട് ഇതൊക്കെ കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ സമാധാനം പറയണം. രാഹുൽ മാങ്കൂട്ടത്തിലെ സെക്കൻഡ് എൻട്രിക്ക് മൗന അനുവാദം കൊടുത്ത KPCC പ്രസിഡന്റും UDFൻ്റെ കൺവീനറും അവിടെ നിരന്നു നിൽക്കുന്ന നേതാക്കന്മാരും ദില്ലിയിലെ KC വേണുഗോപാലും മറുപടി പറയണം. രാഹുലിനെതിരെ നടപടി എടുക്കണ്ടേ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഈ വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് ശേഷം വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ട ഒരാളാണ് ഞാൻ. കാരണം എന്തോ ഭയങ്കര ഗൂഢാലോചന നടത്തി ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത വീഡിയോ, ഞാൻ ആദ്യം കേൾക്കുന്ന വീഡിയോ അതാണ്, ഓഡിയോ അതാണ്. ആ ഓഡിയോയിലുള്ള കാര്യം കേട്ടിട്ട് ആ വാർത്ത കൊടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നിങ്ങളിപ്പോൾ കേട്ട ഓഡിയോനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ ഓഡിയോ കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മാധ്യമസ്ഥാപനം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം തുടങ്ങിയേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തെറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, കോൺഗ്രസ്സുകാർക്ക് അറിയാം, നേതാക്കന്മാർക്ക് മുഴുവനും അറിയാം. ഒരാൾക്ക് പോലും അറിയാത്തില്ല. ഇദ്ദേഹത്തെ ന്യായീകരിച്ചതും ഇപ്പോഴും മുൻപുമായി ന്യായീകരിച്ച എല്ലാ നേതാക്കന്മാർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാമെന്നുള്ളതാണ്. എന്നിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇത് ന്യായീകരിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം അപ്പോൾ എന്താണ് എന്താ പ്രശ്നം എന്നറിയോ? ഇവർ പൊളിറ്റിക്സിനെ മാത്രമേ കാണുന്നുള്ളൂ, രാഷ്ട്രീയത്തെ മാത്രം കാണും. ഇപ്പോഴും പല നേതാക്കന്മാരും വന്ന് പറയുന്നിട്ടില്ലേ, സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി. സ്വർണ്ണക്കൊള്ള ഇതും തമ്മിൽ എന്ത് ബന്ധമാണെന്നേ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? പരാതി കൊടുക്കേണ്ടതെന്നാണ്? അല്ല, സ്വർണ്ണക്കൊള്ള കട്ടുകൊണ്ട് പോയതിനൊക്കെ ജയിലിൽ പോയി, അല്ലെങ്കിൽ ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രത്തിൽ നടത്താൻ വേണ്ടി അത് നിലവിളിച്ച് കരയാണ്. ആ കുട്ടീനെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിൽ അത് ഇലക്ഷനാണ് പോലും. ഇലക്ഷൻ്റെ പരാതി കൊടുക്കണ്ട. ഇവരെത്ര പേര് ഈ കുട്ടിയെ ഏതാണെന്ന് അന്വേഷിച്ച് പോയി? ഒരു ആശ്വാസവാക്ക് പറഞ്ഞോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ പോയി പറഞ്ഞോ? ആശ്വാസവാക്ക് പറഞ്ഞോ? എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചോ? വനിതാ നേതാക്കന്മാരുടെ ഇപ്പോൾ ഘോരം പ്രസംഗിക്കുന്ന വനിതാ നേതാക്കന്മാർ ആൾക്കാരും അല്ലാത്തവരുണ്ടല്ലോ, പോയി ചോദിച്ചോ എന്ത് സംഭവിച്ചു? ഞാൻ ഇവനെതിരെ നടപടി സ്വീകരിച്ചില്ല, ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ തൻ്റെ എത്ര നേതാക്കന്മാർ കാണിച്ചു? അതല്ല കാണിക്കേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു വി ഡി സതീശനെ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്ത്, സൈബർ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തെ സൈഡിലാക്കി കളഞ്ഞു. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തിച്ചു സൈബർ അറ്റാക്ക് കാരണം. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഒരു തൻ്റെ ഇടം കാണിച്ചു. എന്താ അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കും പോയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടോ? അതിന് ശേഷമാണ് വി ഡി സതീശൻ വരുന്നത്. രമേശ് ചെന്നിത്തല 1-2 സ്ഥലങ്ങളിൽ ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഡിസ്കഷൻ കണ്ടതിലൊക്കെ പറയുന്നത് ശക്തമായ നിലപാടാണ് ഇതിങ്ങനെ മാറ്റി നിർത്തിയത്. ഇവർ രണ്ടുപേരല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ? എത്ര നേതാക്കന്മാരാണ് ന്യായീകരിക്കാൻ വന്നത് നോക്കിക്കേ. എത്ര ആൾക്കാരാണ് കോൺഗ്രസിൽ ന്യായീകരിക്കാൻ വന്നത്? എന്തർത്ഥത്തിലാണ് ന്യായീകരിച്ചത്? ഇവർക്ക് അറിയില്ല എന്നിട്ടാ? എല്ലാവർക്കും അറിയാവുന്നുള്ളത് മാത്രമല്ല 80% ഡീറ്റെയിൽസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. എന്നിട്ട് വരുന്ന പൊളിറ്റിക്സായിട്ട് മാത്രം കാണേണ്ടതിന് പകരം ഈ പീഡനക്കാരെയും ഈ പിടിച്ചുപറിക്കാരെയും ഈ ഇമാതിരി പരിപാടി നടത്തുന്നവരൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിൽ ഒരു MLA കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു MLA കാര്യം ഈ ആ ഓഡിയോയിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ? നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ്. നിലമ്പൂർ ഇലക്ഷൻ കൊടികുത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെ മറ്റേ ഗുളിക കൊടുത്ത് ഗർഭചിത്രത്തിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു. ഒരു MLA എടുക്കുന്ന പണിയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് എത്ര ആത്മാർത്ഥത്തോടെ കാര്യം. എന്നിട്ട് ആ ആത്മാർത്ഥ ഏത് നിലമ്പൂർ ഇലക്ഷൻ പോലെ വളരെ സെൻസിറ്റീവായ സമയത്ത് നടക്കുന്ന ഇലക്ഷൻ സമയത്ത് ഈ പണിയെടുത്ത ആൾ ഇപ്പം വാർഡിൽ ആൾക്കാരെ ജയിപ്പിക്കാൻ ഇറങ്ങി നടക്കുകയാണ്. അത് തടയാൻ ഇവർക്ക് അധികാരമില്ല എന്ന് പറയുന്നത്. അയ്യോ, അദ്ദേഹം പാലക്കാട് MLA അല്ലേ, ഞങ്ങൾക്ക് തടയാൻ കഴിയുമെന്നുള്ളത്. നിങ്ങൾ കൊടുത്ത സീറ്റിലാണ് ഇത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ കൊടുത്ത സീറ്റിലാണ് മത്സരിച്ച് ജയിച്ച MLA ആയത്. നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറയണം. നിർത്തിയിട്ട് നീ ഈ പരിപാടി നിർത്തി. ഫസ്റ്റ് നീ ഈ പറഞ്ഞ ഓഡിയോ നിൻ്റെയാണോ അല്ലയോ എന്ന് പറയാൻ ഒരു നേതാക്കന്മാർ തന്നെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താ കാണിക്കാത്തത്? ഇതാണ് പറയുന്നത്. ജിമ്മി സാർ പറഞ്ഞ പോലെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണത്. ഗുരുതര വീഴ്ച. നിങ്ങൾ അന്ന് എന്താ പറയേണ്ടത്? സസ്പെൻഡ് ചെയ്തല്ല, ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് പറയണം പുറത്തിറങ്ങി പോരുത്, കോൺഗ്രസിൽ ഒരു പരിപാടി വന്നു പോരുത്, കോൺഗ്രസിൽ ഒരു പരിപാടി പങ്കെടുത്ത് പോരുത്, കോൺഗ്രസിൽ ഒരു പ്രചരണത്തിൽ ഇറങ്ങി പോരുത് എന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞത്? സസ്പെൻഷൻ അല്ലേ, 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഈ 1 മാസം കഴിഞ്ഞിട്ട് കോൺഗ്രസ് എവിടെയായിരുന്നു? നമ്മളോടൊക്കെ പറഞ്ഞെന്താ? കോൺഗ്രസ് 1 മാസത്തേക്ക് രാഹുൽ മാങ്കൂട്ടം സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. ആ 1 മാസം കഴിഞ്ഞുള്ള ഗ്യാപ്പിൽ ഇവരെന്താ ചെയ്തേ?
കാരണം ഇവരുടെ ബൈലോ പ്രകാരം 1 മാസം സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പ്രാഥമിക നേതൃത്വം പുറത്തു പോകണ്ടേ? അതിന് ശേഷം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പരിപാടി പങ്കെടുത്തത് എങ്ങനെയാ? അപ്പം രാഹുൽ മാങ്കുട് ഇവർ പറയുന്നില്ല. രാഹുൽ മാങ്കുടത്ത് പാലക്കാട് എന്ന് പറയുകയാണ് KC വേണുഗോപാൽ എൻ്റെ നേതാവാണ്, രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്, VD സതീശൻ എൻ്റെ നേതാവാണ്, സണ്ണി ജോസഫ് എൻ്റെ നേതാവാണ്. രാഹുൽ മാങ്കുടത്ത് കൊച്ചിയിലല്ല, പാലക്കാട് വന്നിട്ട് ഇലക്ഷന് വർക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് ഇവരെന്താ പറയണത്? ഇവൻ എൻ്റെ പണിയല്ല, ഇവനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് മാറ്റിയെടുത്തിയാന്നല്ല പറയേണ്ടത്. പക്ഷെ അവരെ കൊണ്ട് പറയാനുള്ള ബേസിൽ അതാരാ തൻ്റെ ഇടം കൊടുത്തത്? അത് എവിടുന്നാ തൻ്റെ ഇടം വന്നത്? ഇപ്പം ഫോൺ ഓഫാക്കി മുങ്ങിയില്ലേ? MLA അല്ലേ മുങ്ങിയേക്കണേ? അല്ലേ? സത്യമേവ ചെയ്തേ. എന്ത് സത്യമേവ ചെയ്തതെന്നാണ് പറയുന്നത്? ഇതിനാണ് സത്യമേവ ചെയ്തതെന്ന് പറയേണ്ടത്. സത്യമേവ ചെയ്തതെന്ന് പോസ്റ്റിട്ട് മുങ്ങുക. സത്യമേവ ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരണം തൻ്റെ അടുത്തോട് കൂടിയിട്ട്. ഞാനത് തെറ്റും ചെയ്തിട്ടില്ല പറയണ്ടായിരുന്നോ? തെറ്റ് ചെയ്താൽ ഏറ്റു പറയാനുള്ള മനസ്ഥിതിയും കാണിക്കണതേ. കാരണം ലോകത്ത് ആൾക്കാർ തെറ്റ് ചെയ്യാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്നെങ്കിൽ ഏറ്റു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതുപോലും കാണിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഒളിയിൽ പോവാണ്. ശബ്ദം എൻ്റെ ആണോ? ശബ്ദം എൻ്റെ അല്ല. അത് പറയാൻ തൻ്റെ ഇടമില്ല. അത് പറയുന്നില്ല. അത് പറയാതെ പറയുകയാണ് എന്ത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് എൻ്റെ ശബ്ദമല്ല, അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അരുൺ സാർ ഒരു ദിവസം ബീറ്റ് എഡിറ്റേഴ്സിൽ പറഞ്ഞപ്പോൾ ഭയങ്കര രീതിയിൽ സൈബർ അറ്റാക്കാണ്, ഭയങ്കര രീതിയിൽ അറ്റാക്കാണ്. അരുൺ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ്, ഞാൻ ഈ ശബ്ദം രാഹുലിൻ്റെ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ പറഞ്ഞ മാധ്യമപ്രവർത്തനം ഇറക്കി പോകുന്നു പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടോ? കാരണം അത്ര രീതിയിലാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ചില നേതാക്കന്മാർ, ഇന്നും ഒരു ബൈറ്റ് വന്ന നേതാവ്, ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് പറയാണ്, എന്താ പറയുന്നതെന്നറിയോ? ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇതെങ്ങനെയാണ് വന്നത്? അത് അന്വേഷിക്കണ്ടേ? അതാണ് അന്വേഷിക്കേണ്ടത്. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇത് എങ്ങനെ വന്നതെന്നാണ് അന്വേഷിക്കേണ്ടത്. ഇവർ പീഡിപ്പിച്ചോന്നല്ല അന്വേഷിക്കേണ്ടത്, ഗർഭചിത്രം നടത്തിയെന്നുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഈ പറഞ്ഞ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയോ എന്നുള്ള അന്വേഷിക്കേണ്ടത്. അതിന് പകരം ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ വന്നു ഒന്ന് ആലോചിച്ച്. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്. കോൺഗ്രസ് വെറുതെ ഈ അവസ്ഥയിലേക്കായി പോകുന്നത്. നിലപാടെടുക്കാൻ കഴിയുന്നില്ല. നിലപാടെടുത്താൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക. ആ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച ഏതെങ്കിലും സൈബർ ഗുണ്ടകൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചോ? ഒരു നടപടി? VD സതീശനെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ രാഹുൽ മാങ്കുടിനെ തള്ളിപ്പറഞ്ഞ ആൾക്കാരെ മുഴുവൻ വ്യക്തിഹത്യ നടത്തിയില്ലേ സോഷ്യൽ മീഡിയയിൽ? അവർക്ക് ആർക്കെങ്കിലും എതിരെ ഒരു നടപടി കോൺഗ്രസ്സുകാർ സ്വീകരിച്ചോ? നടപടി സ്വീകരിച്ചായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? ഇനി എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയും ന്യായീകരിക്കാതിരിക്കുമെന്ന്. അങ്ങനെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൺഗ്രസിനെതിരെ നിലപാടല്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് പറയാൻ പറ്റണം. അപ്പോൾ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. അപ്പം സ്വർണ്ണക്കൊള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ളനെ ഇതിന് നമ്മൾ യോജിപ്പിക്കുന്നതെന്ന്? നിങ്ങളോട് ആരെയും സ്വർണ്ണക്കൊള്ളയെ ചോദിക്കുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴേ നിങ്ങൾ അതിനെപ്പോലെ സെയിം കേസ് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. സെയിം കേസ് ആരാ? പിണറായി വിജയൻ അല്ലല്ലോ അന്വേഷിക്കുന്നത്, ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നത്. അവിടെ അറസ്റ്റ് നടക്കുന്നു, സംവിധാനം നടക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയുകയാണ്. ഇന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞ ഒരു കാര്യം നോക്കിക്കേ, പോലീസ് സ്റ്റേഷനല്ലേ പോകേണ്ടതെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയണ്ടേ? ഇതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്താണ്. ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മിണ്ടാതിരുന്നാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള മാനാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് മര്യാദ ഇരിക്കാം. ഈ നേതാക്കന്മാർ ന്യായീകരിക്കാനും മിണ്ടാതിരുന്നാൽ മതി, ഒന്നും ചെയ്യാതിരുന്നാൽ മതി. കഷ്ടമാണ്. കഷ്ടം എന്ന് തന്നെ പറയേണ്ടു. അവിടെ നിന്ന് തുടങ്ങിയാൽ ഇനഫ് ഈസ് ഇനഫ് എന്ന് രാഹുൽ ഷാഫി ബ്രിഗേഡിനോട് കോൺഗ്രസ് നേതൃത്വം പറയേണ്ട സമയമാണ് എന്നാണ് ഈ മിനിറ്റിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയായിരുന്നു. 3 മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ട്. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്നാണ്. അതിന് എത്ര പേരാ ലൈക്ക് ചെയ്തേക്കെന്നറിയാമോ? 44,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 808 പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്കിൽ ഭൂരിപക്ഷവും ഈ സൈബർ പോരാളികളായ പെയ്ഡ് PR പ്രൊമോഷൻ്റെ ആളുകളാണ്. അതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആളുകളിൽ എത്ര നേതാക്കളുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ദീപദാസ് മുൻഷിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഒരു അതിജീവിത ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയാവുന്നതിലും ഏറ്റവും ഹൃദയം തകർന്നു പോകുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചൊരു അതിജീവിത മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് പരാതി പറയാൻ പോയപ്പോൾ പറയുകയാണ്, ആദ്യം പോലീസിലല്ലേ പോയി പരാതി പറയേണ്ടതെന്ന്. ഇത്ര ഇൻസെൻസിറ്റീവാണോ കോൺഗ്രസിൻ്റെ നേതൃത്വം? ഇത്ര ഇൻസെൻസിറ്റീവാണോ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ? എന്നെ അത്ഭുതപ്പെടുത്തുന്നതും അതാണ്. ദീപദാസ് മുൻഷി പോലൊരു നേതാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു, ചുരുങ്ങിയ പക്ഷം ഇന്നത്തെ ദിവസമെങ്കിലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന നിമിഷം ഈ പെൺകുട്ടി ഇപ്പോൾ റൂറൽ SP മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റൽ തെളിവുകളടക്കം. ഇതേ ഫ്ലോറിലിരുന്ന് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് രാഹുലിൻ്റെ ശബ്ദമാണ്. പക്ഷെ ഞങ്ങളുടെ ഉറപ്പ് മാത്രമല്ല, രാഹുൽ അത് ഒന്നുകിൽ തള്ളണം അല്ലെങ്കിൽ കൊള്ളണം. ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഇത് രാഹുലിൻ്റെ ഓഡിയോ വ്യാജമാണെങ്കിൽ ഞങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു.
എന്നിട്ടും രാഹുൽ അടക്കമുള്ളവരോട് ഇതേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു നേതാവും രാഹുലിനോട് വിളിച്ച് ചോദിച്ചില്ല ഇത് രാഹുലിൻ്റെ ശബ്ദമാണോ. ആ വിളിച്ചു ചോദിച്ച ആ നേതാക്കളോട് രാഹുൽ അത് പറഞ്ഞില്ല. ഈ കാര്യങ്ങൾ ആ പെൺകുട്ടി എവിടെയാണെന്നോ ആ പെൺകുട്ടിയെ ഒന്ന് പോയി കാണാനോ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാനോ ഒരാളും ശ്രമിച്ചില്ല. പകരം ഇതെല്ലാം രാഹുലിന് നേരെയുള്ള രാഷ്ട്രീയ പോരാട്ടം എന്ന മട്ടിൽ അതിനെ വ്യാഖ്യാനിച്ചു. ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നേതാക്കൾക്ക് അറിയാത്തതാണോ? നിയമബോധമുള്ളവരല്ലേ നമ്മുടെ നേതാക്കൾ? പ്രിയപ്പെട്ടവരെ, രാഹുൽ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമിട്ടിരിക്കുന്ന എഫ്ഐആറിൽ താരതമ്യേന ലഘുവായ കുറ്റങ്ങളെ ചുമത്തിയിട്ടുള്ളൂ. BNS 78 പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സമൂഹ മാധ്യമങ്ങൾ വഴി സ്റ്റാക്ക് ചെയ്യുക, ഇതൊക്കെ മാത്രമാണ്. അതൊക്കെ ജാമ്യം കിട്ടാവുന്ന കേസാണ്. പക്ഷെ ഇതെന്താണ് നോക്കൂ, BNS 69 പ്രകാരം റേപ്പിന് തുല്യമായൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ റേപ്പിന് തുല്യമായ കുറ്റം? ഇന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്ന അതേ പേരിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് പറയുകയാണ്, ഈ പെൺകുട്ടി അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്, വിവാഹിതയായ പെൺകുട്ടി രാഹുലിനെ വഞ്ചിച്ചു എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസാക്ഷരല്ലേ നമ്മുടെ കേരളം? BNS 69 പറയുന്നത് എന്താ? ബൈ ഡീസിഫുൾ മീൻസിൽ ഏതെങ്കിലും ഒരു ഫ്രോഡുലൻസിലൂടെ ഒരു തെറ്റായ വാഗ്ദാനം നൽകി ഏതെങ്കിലും ഒരു ബന്ധം നടത്തിയാൽ അത് ഒരു റേപ്പിൻ്റെ പരിധിയിൽ വരും. എന്നിട്ടും ഈ പെൺകുട്ടിയെ അപമാനിക്കുകയാണ്. ശരി, ഈ രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയബദ്ധരായിരുന്നു. ആ പ്രണയബദ്ധരായിരുന്നവർ ഒരു ഘട്ടത്തിൽ പിണങ്ങിപ്പോകുമ്പോൾ അത് പീഡനമായിട്ട് ഉന്നയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല സംഭവിച്ചത്. എനിക്ക് നിന്നിലൊരു കുഞ്ഞിനെ വേണമെന്നും ആ കുഞ്ഞിനെ വേണ്ടുന്നതിന് വേണ്ടി നീയുമായി എനിക്ക് ബന്ധം വേണമെന്നും പറഞ്ഞ് ഈ പെൺകുട്ടിയെ നിരന്തരം ഫോൺ ചെയ്തിരുന്ന ഈ രാഹുൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി. അപ്പോൾ BNS 69 നിലനിൽക്കും. BNS 89 എന്താണ്? ഒഫൻസ് കോസിങ് മിസ്കാരേജ് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദി വുമൺ. പെൺകുട്ടി പലതവണ പറയുന്നുണ്ട് എനിക്കിത് വേണം, എനിക്ക് കുഞ്ഞിനെ വേണം. ആ കുഞ്ഞ് എന്ത് ചെയ്തു നിങ്ങളോട്? നിങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഇതിനു വേണ്ടി ഈ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നിട്ടും ഈ രാഹുൽ അത് നിർബന്ധിക്കുകയാണ്. ശരി, ഇതെല്ലാം സംഭവിച്ചു പോയി. അതിനുശേഷവും രാഹുലിന് വളരെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ സത്യസന്ധനായ കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നില്ലേ? ഈ ശബ്ദരേഖ വന്നതിന് ശേഷവും രാഹുലിന് സമയമുണ്ടായിരുന്നു. രാഹുലിന് പറയാമായിരുന്നു ഞാനൊരു പെൺകുട്ടിയുമായി പ്രണയബദ്ധത്തിലായിരുന്നു, ആ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു, ആ പെൺകുട്ടിക്ക് എന്നെയും ഇഷ്ടമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിട്ട് കണക്കാക്കി അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഞാനിതിൽ ദുഃഖിക്കുന്നു. ആ പെൺകുട്ടിക്കൊപ്പം തുടർന്ന് ജീവിതം നയിക്കാൻ ഞാൻ താല്പര്യമാണെന്ന് ആ പെൺകുട്ടിക്കൊപ്പം വന്ന് പൊതുമധ്യത്തിൽ രാഹുൽ പറഞ്ഞിരുന്നുവെങ്കിൽ രാഹുലിനെ നമ്മൾ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ അതിനു പകരം രാഹുൽ ചെയ്തത് സൈബർ അണികളെ ചേർത്ത് ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും അധിക്ഷേപിച്ചു. ഇതിലേക്ക് നയിച്ച മറ്റു പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ അധിക്ഷേപിച്ചു. രാഹുൽ, നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് നിങ്ങൾ പെയ്ഡ് പ്രൊമോഷനിലൂടെ കൊണ്ടുവന്ന സിനിമാ നടിമാരുടെ പുഞ്ചിരിയുടെ പ്രതിരോധത്തെ തകർക്കാനുള്ള ശേഷിയുണ്ട് ഇന്ന് ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയ്ക്ക്. അതിന്ന് കേരളത്തിലെ വീട്ടമ്മമാർ കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ കേട്ടിട്ടുണ്ട്, കോൺഗ്രസിലെ പ്രവർത്തകർ കേട്ടിട്ടുണ്ട്. സജിന എന്ന പെൺകുട്ടിയും യൂത്ത് കോൺഗ്രസിലും KSUവിലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അത് കേട്ടിട്ടുണ്ട്. അവർ ഇതിനു മുൻപ് പലതവണ പരാതി അയച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിന് KSU കാലത്ത് ഇയാൾ ചെയ്ത പീഡനത്തിൻ്റെ, ഇയാൾ ചെയ്ത ദ്രോഹത്തിൻ്റെ ഒരു പരാതി ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട്. ഇതെനിക്കറിയാം വ്യക്തിപരമായി. പക്ഷേ ആ കുട്ടികൾക്കാരും ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്. വെള്ളായണിയിൽ ഒരു പോക്സോ കേസ് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കരക്കമ്പി. അതുമായി ബന്ധപ്പെട്ട ആ കേസ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ ന്യായം. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത്? കാരണം അവർക്ക് ബോധ്യമായിരുന്നു ഇതൊരു കേസല്ല എന്നവർക്കറിയാമായിരുന്നു. ഇതിനു മുൻപുള്ള മറ്റൊരു കേസും മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിൽ പരാതിയില്ല. അവിടെയും ഈ ഫ്രോഡുലന്റ് മീൻസിലൂടെയാണ് ഈ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തത്. പക്ഷേ പൊതുസമൂഹ മധ്യത്തിൽ ഈ സൈബർ അണികളുടെ ആക്രമണത്തിൽ തളർന്നു പോകുന്ന പെൺകുട്ടികളിൽ ഒരാളാവാൻ ആ കുട്ടി താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് പരാതിയായ കുട്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം സഹിച്ച പെൺകുട്ടി ഭൂമി പിളർന്നു പോകുന്ന ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടി വന്ന് പറയേണ്ടതെന്ന കാരണം ഈ പെയ്ഡ് പ്രൊമോഷൻ ടീമുകളുടെ നിരന്തരമായ പരിഹാസത്തെ തുടർന്നാണ്. ഞങ്ങളെ നിങ്ങൾ വേട്ടയാടിയില്ലേ? എന്ത് കാര്യത്തിന് പുറത്താണ്? കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ നമ്മളുടെ പുറത്ത് നമ്മൾക്കൊപ്പം നിന്നിരുന്നു, നമ്മളോടൊപ്പം അവരുടെ പിന്തുണ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും രാഹുലിനോടൊപ്പം നിന്നിരുന്ന ഒരു വിഭാഗത്തിൻ്റെ സൈബർ ക്യാമ്പയിനെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനഫ് ഈസ് ഇനഫ് എന്ന് ഈ സൈബർ റീൽ പോരാളികളോട് പറയുകയും കോൺഗ്രസ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യണം. കേരളത്തിലെ കോൺഗ്രസിന് എത്രയോ ശക്തരായ നേതാക്കൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നതിന് പെൺകുട്ടികൾ ഭയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന് തിരിച്ചു പോകാൻ കഴിയണമെങ്കിൽ ഈ ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയാനുള്ള ശേഷി കോൺഗ്രസ് നേതൃത്വത്തിന് തിരികെ കിട്ടണം. ഇതേപോലെയുള്ള നേതാക്കൾക്കൊപ്പമല്ല ഈ അണികൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ടെലിവിഷൻ ചർച്ചയിലെ ഡിബേറ്റിലെ പെർഫോമൻസ് അല്ല
ഒരു നേതാവിനെ തീരുമാനിക്കുന്നത്. പകരം ജനഹൃദയങ്ങളിൽ ഇടപെടാൻ കുറുക്കുവഴികളും റീലുകളുമില്ല. അവിടെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണം, അവിടെ സൈലൻ്റായി അവരുടെ മുന്നിൽ പ്രവർത്തിക്കണം. നമ്മുടെ മുന്നിലുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു വന്ന മനുഷ്യരാണ്. അവിടെയാണ് പുതിയൊരു പരീക്ഷണവുമായി വന്നത്. ആ പരീക്ഷണത്തിൻ്റെ അപകടം നമ്മൾ അന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ അത് തെളിവാകുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രാഹുലിനെതിരെ നടപടി എടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് 2 കോൺഗ്രസ് MLA-മാരും ഒരു ഇടത് MLA-യും ഇപ്പോൾ നിയമസഭയിൽ ബലാത്സംഗ ആരോപണങ്ങളുടെ പുറത്ത് MLA സ്ഥാനം രാജിവെക്കാതെ ഇരിക്കുന്നുണ്ട്. അതിൽ മുകേഷിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന യുവതിക്കെതിരെ മറ്റ് കേസുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ യുവതിയുടെ പരാതിയും ഗൗരവത്തിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ടേക്ക്. കാര്യം FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ അതൊക്കെ രാഹുലിൻ്റെ താല്പര്യം. കോൺഗ്രസിലെ 2 MLA-മാരുണ്ട്, വിൻസെൻറ്റും അതേപോലെ എൽദോസ് പള്ളിയുമുണ്ട്. പക്ഷേ അവരാരും രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന ന്യായീകരണത്തിലാക്കാണ് എത്തുന്നതെങ്കിൽ അങ്ങനെ പ്രതിരോധിക്കുന്നവരുടെ മനസാക്ഷിക്ക് നേരെയാണ് ഇന്ന് ആ പെൺകുട്ടിയുടെ ശബ്ദരേഖ വന്നിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസിലെ ഒരു വനിതാ നേതാവ് അല്പസമയം മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ആ വാചകം ഇങ്ങനെയാണ്: രാഹുൽ എന്ന മനോവൈകല്യത്തെ കോൺഗ്രസ് ചുമക്കണോ? മനോവൈകല്യത്തെ ചങ്ങലക്കിടാതെ തുറന്നുവിട്ടാൽ സ്ത്രീക്ക് എന്ത് നീതി കോൺഗ്രസ് തരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ നടപടി എടുക്കണോ എന്ന ചോദ്യത്തിന് വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. രാഹുലിനെതിരെ നടപടി എടുക്കണ്ടേ എന്നാണ് ചോദ്യം. സുജയ, ആരോപണങ്ങൾക്കപ്പുറം ആ അനുഭവത്തിലൂടെ കടന്നുപോയ നമ്മൾ അതിജീവിത എന്നാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത്. അതിജീവിക്കുക തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 3 മാസങ്ങളിൽ എന്നുള്ളത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. മാധ്യമങ്ങളിലൂടെ വരുന്ന ശബ്ദരേഖകൾ, വാട്സാപ്പ് ചാറ്റുകൾ, അതിനപ്പുറം ഇനിയും പുറത്തു വരാത്ത ഡിജിറ്റൽ തെളിവുകൾ ധാരാളമുണ്ട്. അതിൽ കുറേയൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വരികയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എതിരെ കോൺഗ്രസ് എന്ന പാർട്ടി അങ്ങനെയുള്ള ഒരാളെ ഇപ്പോഴും സസ്പെൻഷൻ എന്ന് പറയുമ്പോഴും അത് സാങ്കേതികമായി മാത്രമാണ്. ഇപ്പോഴും അയാൾക്ക് കോൺഗ്രസിൻ്റെ ഒരു MLA എന്ന നിലയിൽ താൻ വിജയിച്ച മണ്ഡലത്തിൽ, കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെതായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ഇന്ന് ഉച്ചവരെ അയാൾക്ക് കഴിഞ്ഞു. അതായത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടി എത്തുന്ന ആ നിമിഷം വരെ, ഒളിവിൽ പോകുന്ന നിമിഷം വരെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് വേണ്ടി, ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അവകാശവാദം മുന്നോട്ട് വെക്കുന്നത്, വിജയത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന പൂർണ്ണമായും കോൺഗ്രസ്സുകാരനായ ഒരു MLA തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഷൻ ഞങ്ങൾ കൊടുത്തു, ഇനി ഇതിനപ്പുറം എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത നടപടി അത് വെറും കടലാസ് നടപടി മാത്രമായിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറെ കൂടി കോൺഗ്രസ് എന്താണ്, കോൺഗ്രസ് നേതാക്കളുടെ സ്ത്രീപക്ഷ നിലപാട് എന്നവർ അവകാശപ്പെടുന്ന നിലപാടിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ഇന്നത്തെ പ്രതികരണങ്ങളിലൂടെ വരെ നമ്മൾ കണ്ടു. അപ്പോഴും നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ അവരൊരു പരാതി കൂടി ഹൈക്കമാൻഡിന് കൊടുത്തിരുന്നു. അതുകൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം കോൺഗ്രസ് നടത്തണം. നമ്മളെപ്പോഴും ഇടതുപക്ഷത്തെക്കുറിച്ച്, CPIM-നെ കുറിച്ച് പാർട്ടി കോടതി എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളിലും പരാമർശിച്ചു പോകാറുണ്ട്. പക്ഷേ ഇതിൽ കോൺഗ്രസ് പാർട്ടി ഏത് അന്വേഷണമാണ് നടത്തിയത്? ഞങ്ങൾ കേട്ട ഉടൻ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് ഊറ്റം കൊള്ളുമ്പോൾ പാർട്ടി തലത്തിൽ ഇയാൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പെൺകുട്ടികൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ, പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പരിശോധന നടത്തിയോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നേതാക്കളോട് കൂടി തന്നെയാണ് ഈ ചോദ്യം. ഇരകളാക്കപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള AICC നേതൃത്വത്തിനാണ് സജ്ജന ഈ പരാതി നൽകിയത്. അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ കണ്ടോ? ഉത്തർപ്രദേശിലെ സ്ത്രീകൾക്ക് വേണ്ടിയല്ല പ്രിയങ്ക ഗാന്ധി ആദ്യം പ്രവർത്തിക്കേണ്ടത്. കാരണം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള വയനാടിൻ്റെ MP ആണ്. കേരളത്തിൽ നടന്ന വിഷയമാണ്. കേരളത്തിലാണ് ഈ അതിജീവിത ഇത്രയും കാലം മരിച്ചതിനൊക്കുമെന്നുള്ള മട്ടിൽ ജീവിച്ചിരുന്നത്. അവരുടെ കുഞ്ഞിനെയാണ് നശിപ്പിച്ചത്. ആ നശിപ്പിച്ചയാൾ കോൺഗ്രസിൻ്റെ MLA ആണ്. എന്നിട്ടും എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല? എന്നിട്ട് പ്രതികരിച്ച ദീപാദാസ് മുൻഷി പറഞ്ഞത് എന്താണ്? ആ ദീപാദാസ് മുൻഷിയുടെ വാചകം, അത് AICCയുടെ ഭാഗമാണല്ലോ. AICC ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവായ ദീപാദാസ് മുൻഷിയാണ് വന്ന് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനറാണ്. അടൂർ പ്രകാശ് പറഞ്ഞ വാചകം, ഇന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും, എനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്, പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ, കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. തെറ്റാണ് അടൂർ പ്രകാശ്. കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമല്ല സർക്കാരിന്. കൊടുത്ത പരാതിയിന്മേൽ അന്വേഷണം നടത്തുകയാണ്. അതിലെ സത്യം പുറത്തു കൊണ്ടുവരികയാണ് ഒരു സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ, ഒരു പോലീസ് സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ കള്ളക്കേസാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നത് താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും നിലപാടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനോട്
സംഭവത്തോട് എൻ്റെ വിയോജിപ്പ് അറിയിക്കുകയാണ്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP എന്ന പദവിയിൽ കൊണ്ട് നടത്തേണ്ട പ്രസ്താവനയല്ല, തികച്ചും നിരുത്തരവാദപരമായി. അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആറ്റിങ്ങൽ മണ്ഡലത്തിലെ MP ആണ് അടൂർ പ്രകാശ്. ആറ്റിങ്ങലിലെ സ്ത്രീകളടക്കം ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഈ ഒരു സൗണ്ട് ബൈറ്റ് മനസ്സിലൊന്ന് സൂക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദരേഖ, ആരോപിക്കപ്പെടുന്ന വാട്സാപ്പ് ചാറ്റ്, ആരോപിക്കപ്പെടുന്ന ഗർഭഛിദ്രം, ആരോപിക്കപ്പെടുന്ന ഗർഭധാരണം, ഇപ്പോഴും കോൺഗ്രസിന്റെ ക്യാപ്സൂൾ ഇതാണ്. ഈ ക്യാപ്സൂളിലൂടെ മുന്നോട്ട് പോകുന്ന കുറേയേറെ നേതാക്കളുണ്ട്. ഈ പെൺകുട്ടി ഇത്രയും പറഞ്ഞിട്ടും ഇവർക്ക് നേരം വെളുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരാതിയുമായി ഒരു സ്ത്രീ പോലും രംഗത്തേക്ക് വരരുത് എന്നതാണ് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചാറ്റിൽ നമ്മൾ കണ്ടതല്ലേ, ഗർഭനിരോധന ഗുളിക കഴിക്കരുത്, അതുപോലെ തന്നെ ഗർഭിണിയാകാൻ റെഡിയാകൂ, നമ്മുടെ കുഞ്ഞ് വേണം എന്ന് ഈ പെൺകുട്ടി പറയുന്ന ശബ്ദം പുറത്തു വന്നതാണ്. അതിലാണ് ഈ പെൺകുട്ടി പറയുന്നത് കൊല്ലാക്കൊല ചെയ്യരുത്, അത് ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വളരുന്ന ഭ്രൂണത്തെയും കൊല്ലാക്കൊല ചെയ്യും, 2 ജീവനുകൾ അപകടത്തിലാക്കരുത് എന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചത് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തെ നശിപ്പിക്കാൻ മാത്രമല്ല, ആ പെൺകുട്ടിയുടെയും ജീവൻ അപകടത്തിലാക്കുന്ന ഒരു കൃത്യത്തിലേക്ക് പോകാനാണ് നിർബന്ധിച്ചത്. അപ്പോൾ അതിനനുസൃതമായ വകുപ്പുകൾ ചുമത്തി FIR എടുക്കാൻ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത് FIR-ൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകൾ അതെല്ലാം കൂടി ക്രോഡീകരിച്ച് എത്ര കേസ് എടുക്കണം എന്നത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ടാകും. കാരണം അത്രമാത്രം തെളിവുകളാണ്. ഇതിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം? നിങ്ങളിപ്പോൾ മെൻഷൻ ചെയ്തു പോയ BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 2 വകുപ്പുകൾ മാത്രമായിരിക്കില്ല ഡോക്ടർ അരുൺ. ചിലപ്പോൾ അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഒരുപാട് പേജുകളായിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളാണ്, അതുപോലെ തന്നെ ശബ്ദരേഖകൾ, നമ്മൾ ഇതുവരെ പുറത്ത് കേട്ടതും മാത്രമല്ല അല്ലാത്തതുമായിട്ടുള്ള ഇവർ പങ്കുവച്ചിട്ടുള്ള സംഭാഷണങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് രീതിയിലാണ് ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തത്, ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ള വാക്കല്ല യോജിക്കുക, ടോർച്ചറിംഗ് ആണ് അവിടെ നടന്നത്. ആ ടോർച്ചറിങ്ങിന് കൃത്യമായ ഒരു ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടി അത്രയും ടോർച്ചറിങ്ങിന് വിധേയയായി എന്ന് ആ ശബ്ദ സംഭാഷണങ്ങളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു അമിത ആത്മവിശ്വാസം ഈ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് വേണം അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്, കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളല്ലേ, അവസാന നിമിഷം എന്തിനാണ് ഇങ്ങനെ മാറുന്നത്, എൻ്റെ പ്ലാനിങ് അല്ലായിരുന്നല്ലോ, നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് രാഹുലിന് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ലൈംഗിക പീഡന ആരോപണം ഓഗസ്റ്റ് 21 ആദ്യമായി പുറത്തു വരുമ്പോൾ ആ സമയത്ത് റിനി ആൻഡ് ജോർജ് സൂചിപ്പിച്ച ആ ഒരു വാചകം അതായിരുന്നല്ലോ രാഹുലിന്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, ഹൂ കെയേഴ്സ് എന്നായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ നീതിന്യായ കോടതിയെയും ജനങ്ങളുടെ കോടതിയെയും ബോധിപ്പിക്കാം എന്നൊരു നിലപാട് മാറ്റം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ 3 മാസം കൊണ്ട് രാഹുലിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് അതാണ്. അപ്പോൾ ആ ചേഞ്ച് അല്ല രാഹുൽ വേണ്ടത്. രാഹുൽ ചെയ്ത കുറ്റമാണെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ടും അല്ലെങ്കിൽ ഈ പണിക്കൊന്നും പോകരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ ഒരു ഭാഗമുണ്ട്. ഈ രാഹുൽ പറയുന്നതാണ്, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്, കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ട് പോകുമോ എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. ഇന്ന് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നതും ആ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ മിടുക്കനായി ഇവരെ പോലുള്ളവർ നടന്നാൽ നമുക്ക് സ്ത്രീ സുരക്ഷ എവിടെയാണ്? നടപടി എടുക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. 5 പേർക്കും ഒരേ അഭിപ്രായം, നടപടി എടുക്കണം. Meet the editors.